പൊടിമോളെ ഇപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത്? തൃശ്ശൂർ പൂരം കാണാൻ. പൂരം കുടമാറ്റെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി തൃശ്ശൂർക്ക് പോയില്ലെന്നൊരു പരാതി വേണ്ട. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തരാം. നമ്മൾ തൃശ്ശൂർക്കാരാന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ പൂരത്തിന് പോയില്ലേ മോശമല്ലേ എന്നാണ് പൊടിമോള് പറഞ്ഞത്. പൂരം കുടമാറ്റമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് 8 മണിയായി. അപ്പോൾ അന്ന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ പൂരപ്പറമ്പിൽ പോയി എക്സിബിഷനും കാര്യങ്ങളൊക്കെ കണ്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ കാണാൻ പോവാണ് അല്ലേ പൊടിമോളെ? അപ്പോൾ നമുക്ക് പൂരപ്പറമ്പിൽ വെച്ച് കാണാം അല്ലേ? പോണ വഴിക്ക് ചെറിയ ചെറിയ പൂരങ്ങളൊക്കെ ഉണ്ട്. അത് പുലർച്ചത്തെ പൂരത്തിനുള്ളതാണ്. പൂരപ്പറമ്പിൽ പോണോർത്ത് വഴിയിൽ വെച്ചിട്ട് ഓരോരോ ചെറുപൂരങ്ങളോ ഓരോനൊക്കെയുള്ള പൂരങ്ങളോ ഓരോ ദേശക്കാർ കൊണ്ടുവരുന്ന പൂരങ്ങളുണ്ട്. അപ്പോൾ ഇത് പടിഞ്ഞാറ് കോട്ടയാണ് സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു പൂരത്തിൻ്റെ ചെറുപൂരത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം നമുക്ക്. അപ്പോൾ ചെറിയ പൂരത്തിൻ്റെ ഓരോ ദേശക്കാരുടെ പൂരം വന്നിട്ട് ഇവിടെ പറയെടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ചേച്ചിമാർ പറയും സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൂരപ്പറമ്പിലേക്ക് പോവാണ്. അതെ, ആ കാണുന്നതാണ് നമ്മുടെ പുത്തമ്പള്ളി കേട്ടോ. ഇനി നമുക്ക് അതേ കണ്ട, അതാണ് നമ്മുടെ പൂരപ്പറമ്പിലേക്ക്. നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ചേട്ടൻ വണ്ടി വെക്കാനുള്ള അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ജയ്ഹിന്ദ് മാർക്കറ്റിൻ്റെ അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. പൊടിമോള് ആൾക്കാരൊക്കെ നോക്കണ്. ഇവിടുന്ന് ജയ്ഹിന്ദ് മാർക്കറ്റിൻ്റെ സൈഡിൽ പുത്തമ്പള്ളിയിൽ ഭാഗം കാണുന്നത് കണ്ട ഉണ്ടാ ഉണ്ട്. ഇനി നമ്മൾ പതുക്കെ നമ്മൾ പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വണ്ടി നമ്മൾ ജയ്ഹിന്ദ് മാർക്കറ്റിൽ സൈഡിൽ വെച്ചിട്ട് ഇതേ പൂരപ്പറമ്പിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇതാ കാണുന്നതാണ് നമ്മുടെ പൂരപ്പറമ്പ്. ബലൂണാ. അപ്പോൾ കുടമാറ്റം കഴിഞ്ഞിട്ട് എല്ലാവരും പോവാണ് വീട്ടിലേക്ക്. അപ്പോൾ അന്നേരമാണ് നമ്മൾ വരുന്നത്. ഫാമിലി ആയിട്ട് വരാൻ പറ്റില്ല, ഭയങ്കര തിരക്കാൻ നേരത്ത്. അപ്പോൾ നമ്മൾ ഈ നേരത്തല്ല, കൊല്ലം ഈ നേരത്തെ തന്നെ വരാറ്. അപ്പോൾ റൗണ്ടിൽ 3 പന്തലുണ്ട്. അപ്പോൾ 3 പന്തലും നമ്മൾ റൗണ്ട് അടിക്കണത്. 3 പന്തലും നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ട് അടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഒരു പ്രത്യേക ഒരു രസം തന്നെ കേട്ടോ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ നടക്കാന്ന് പറഞ്ഞാൽ. എല്ലാ ദിവസമൊന്നും പറ്റില്ല, എന്നാൽ പോലും ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ നമുക്ക് നടക്കാം. ഇതിന് തെക്കേ ഗോപുര നടാട്ടാ. അപ്പോൾ കണ്ട എന്തോ ഒരാൾക്കാർ ഇതൊന്നല്ല. അപ്പോൾ കുടമാറ്റം കൂടിയായിരുന്നു ഈ സൈഡിൽ, അവിടെ ആയിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് ആൾക്കാരൊക്കെ ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ട് ഒന്ന് ചുറ്റാൻ പോണ്. അപ്പോൾ നമുക്ക് പന്തലും കാര്യങ്ങളൊക്കെ കാണാം. ഇത് കാണുന്നത് തൃശ്ശൂർ രാഗം തിയേറ്റർ കേട്ടോ. തൃശ്ശൂർ രാഗം ഇതിന് ആദ്യത്തെ പന്തൽ കേട്ടോ. കുറുപ്പം റോഡിൻ്റെ അവിടെയുള്ള ആദ്യത്തെ പന്തലാണിത്. ഇനി 2 പന്തലും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ പന്തൽ. അപ്പോൾ നമ്മൾ റൗണ്ട് അടിക്കണ ഇതിന് പൊടിമോളെ ഹായ് 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 പറഞ്ഞു കാറ്റോടത്ത്. അപ്പോൾ നമ്മൾ നടന്ന് 2ാമത്തെ പന്തലിൻ്റെ അടുത്ത് എത്തിയില്ല. ഇത് നടുലാലിൻ്റെ അവിടെയുള്ള MG റോഡിൻ്റെ അവിടെയുള്ള നടുലാലിൻ്റെ അവിടെയുള്ള പന്തലാണ് കേട്ടോ. പാറമകാവിൻ്റെ പന്തലാണ്. ഇനിയുണ്ട് റൗണ്ടിലൊരു പന്തലും കൂടിയിട്ടാണ്.
ഇത് രണ്ടാമത്തെ പന്തല്. അപ്പോൾ റൗണ്ട് അടിച്ച് നമ്മൾ ഇവിടെ എത്തി, രണ്ടാമത്തെ പന്തലിൻ്റെ അവിടെ എത്തി. കുടിമോള് പാട്ട് പോകണ്ട. ഇപ്പം രാത്രി പൂരത്തിനുള്ള ആനകളൊക്കെ റെഡിയായി നിൽക്കണം കേട്ടോ. വേറെ പൂരങ്ങളൊക്കെ വരാണ്ട്. പൂരങ്ങളൊക്കെ വന്നാൽ രാത്രി പൂരം തുടങ്ങും. അപ്പം നമ്മൾ വടക്കുന്നാഥൻ്റെ മുമ്പിലാണ്, വടക്കുന്നാഥനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നടന്നത് വടക്കുന്നാഥൻ്റെ നടയിലെത്തിയിട്ടുണ്ട്. റൗണ്ട് അടിച്ച് വടക്കുന്നാഥൻ്റെ അവിടെ എത്തി. ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി മൂന്നാമത്തെ പന്തലും കൂടി കാണാം. അപ്പോൾ അവിടെ ചെറിയ പൂരങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വെടിക്കെട്ടിൻ്റെ കുഴികളാണ് കേട്ടോ. അപ്പോൾ അത് കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിഷ്യന്മിലാണ് കിടക്കണത് കേട്ടോ. വെടിക്കെട്ടിന്റെ കുഴികളോ അതിലൊന്നും കാല് പെടണ്ട പൊടിമോളെ. വെടിക്കെട്ടിന്റെ എന്തോ കൂച്ചിട്ടുണ്ട് പൊടിമോളെ. എന്നിട്ടാന്ന് നോക്കി പോയിട്ട് വല്ലതും ഉണ്ടോ നോക്കിയാ, മുട്ട വല്ലതും ഗുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കിയേ. ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ലേ. എന്നിട്ടാ കഥനെ വെടിക്കെട്ടിനുള്ള ഓരോ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. പുലർച്ചെ വെടിക്കെട്ടിന് വേണ്ടിയിട്ട്. എവിടെ പടക്കം? ആരപ്പട്ടം കണ്ടിട്ട് പടക്കാന്ന്. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളോട് നടന്നുകൊണ്ടിരിക്കുക. രണ്ട് ടീമിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരാളാണ് വെടിക്കെട്ടി കൊല്ലത്തെ ചെയ്യണത്. എന്താവോ പൊളിക്കും പൊളിക്കില്ലേ? വെടിക്കെട്ട് പൊളിക്കില്ലേ? തല്ലിപ്പൊളി. അപ്പോൾ നമ്മൾ നടന്ന് മൂന്നാമത്തെ പന്തലിൻ്റെ അവിടെ എത്തിയിട്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പൂരപ്പറമ്പിൽ കൂടിയാണ് ഇറങ്ങിയത്. കുറച്ചത്തെ റൗണ്ടിൽ കൂടെയാണ് വന്നത്. അങ്ങനെ നമ്മൾ നടുലായല്ലേ അങ്ങനെ വടക്കുന്നാഥൻ്റെ അടിക്ക് കയറിയിട്ട് റോട്ടിൽ കൂടെ അല്ല, ഇത് ഷൊർണൂർ റോട്ടിലുള്ള മൂന്നാമത്തെ പന്തലാണ് കേട്ടോ. വെല്ലൂണ അപ്പോൾ അങ്ങനെ റൗണ്ടിലുള്ള 3 പന്തലും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോണത്. പൊടിമോളെ എക്സിബിഷൻ കാണണമെന്ന് പറയുന്നുണ്ട്. തിരക്ക് നോക്കിയിട്ട് നമുക്ക് പറ്റിങ്ങ അകത്തേക്ക് പോവാൻ. തിരക്കൊന്നുമില്ലെങ്കിൽ പോവാം. ഇപ്പോൾ തൃശ്ശൂർ റൗണ്ട് നമ്മൾ ഫുള്ളായിട്ടില്ല, മുട്ടിയിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. നാളെ ഞാൻ പറഞ്ഞിട്ടൊന്നില്ല കൊണ്ടുപോന്ന്. ഞാൻ പറഞ്ഞിട്ടൊന്നില്ല. എക്സിബിഷൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുള്ളൂ. എക്സിബിഷന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വയസ്സായി ഞാൻ വർണ്ണക്കൂലം മാറി
എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.